ഒരു ദിവസം ഞങ്ങളൊരു ഫാമിലി ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ ബ്രദർ ഇങ്ങനെ മിണ്ടാതിരിക്കണുണ്ടപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ചോദിച്ചു, ഈ എന്താ ഇൻട്രോവേർട്ടാണോ? അതുപോലെ തന്നെ റീസെൻ്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഈ ഇൻട്രോവേർട്ടാണല്ലേ, അത് മാറ്റണ്ടേ? സോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ക്വയറ്റായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറി എങ്ങോട്ടാ പോകാൻ നിങ്ങൾക്ക് അറിയണ്ടാവും. നിങ്ങളെ ക്ലാസ്സിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ബുള്ളീസ്, കഴുകന്മാർ എങ്ങനെ റാബിറ്റിനെ വലിച്ചു കീറുന്നത് അതുപോലെ വലിച്ചു കീറാനായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടാൽ, ബാക്കിയോട് സംസാരിക്കാനൊക്കെ പേടി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സംഭവം എങ്ങനെ മാക്സിമം മുതലാക്കുക, അത് അതിനെങ്ങനെ ഒരു ആഹ്ലാദം ഉണ്ടാക്കുക എന്ന് ചിന്തിച്ച് വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ സ്വന്തം ഫാമിലിയിലുള്ളവർ പോലും പറയുന്നത്, എൻ്റെ മകൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ മകൾ അങ്ങനെയാണോ, അല്ലെങ്കിൽ അങ്ങനെ വേറെ ആൾക്കാരോടൊന്നും മുണ്ടൂല, ഒരു ലൂസറാണോ, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരൊന്നും ഡീൽ ചെയ്യാൻ വയ്ക്കാത്ത ഒരാളാണ്, ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പാവം ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടീൻ്റെ ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ ഡെവലപ്പായി വരികയാണ്. ഞാനൊരു ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് എൻ്റെ ലൈഫ് ആകെ കയ്യിൽ നിന്ന് പോയിക്കണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ. വൺസ് ആ സ്ക്രിപ്റ്റ് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഓടി തുടങ്ങി കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങോട്ട് പതിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ റിയൽ ലൈഫിലുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായി കണ്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയി കണ്ട് നമുക്ക് തോന്നും. ഫ്രണ്ട്സിനെ ഉണ്ടാക്കൽ, നമ്മളെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറിനെ കണ്ടെത്തൽ, ഫൈൻഡിങ് ലവ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ജെൻഡറോട് സംസാരിക്കുന്നത്, അതുപോലെ സ്പീച്ചസ് കൊടുക്കുന്നത്, പബ്ലിക് സ്പീച്ചുകൾ കൊടുക്കുന്നത്, കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്നത്, ഇത് പോട്ടെ, അതൊക്കെ കുറച്ച് വലിയ സംഭവങ്ങൾ. ഈവൻ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ വെയിറ്ററോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ വരെ, അവനാണ് വേണ്ട ഫുഡ് ഓർഡർ ചെയ്യാൻ വരെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ടീച്ചർ ആവുക എന്നൊക്കെയുള്ള ഒരു ഗോള്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഭയങ്കര എത്താ ദൂരത്തായി കണ്ട് തോന്നും. അതുപോലെ തന്നെ ഒരു ഇവൻ്റൊക്കെ നടത്തുക എന്നുള്ളതൊക്കെ ഒരു നൈറ്റ് മെയർ ആയി കണ്ട് തോന്നും. എന്തിലാണോ മറ്റാൾക്കാരുടെ കോപ്പറേഷൻ വേണ്ടത്, ആ സംഭവങ്ങളൊക്കെ ഇമ്പോസിബിളായി കണ്ട് തോന്നും. സോ ഇതെന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളെ ശരിക്കും ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യണം. അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഡോറ് നമ്മൾ മുമ്പിലിട്ട് അടക്കണ പോലെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങളോട് ശരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ വീഡിയോയിൽ ഫർദർ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ്, ഈ അധികം ആൾക്കാരും ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് ശരിക്ക് ആ ഒരു സംഭവമല്ല. ശരിക്കും ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഉള്ളിലുള്ള ഓല് വിചാരിക്കണ ആ സംഭവമല്ല. ഈ സോഷ്യൽ ആങ്സൈറ്റിനെയാണ് ഓല് ഇൻട്രോവേർട്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടെമ്പറമെൻ്റാണ്, അതായത് ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു നമ്മളെ മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറാണ്. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ്. അത് നല്ലതാണെന്നോ ചീത്തതാണെന്നോ അങ്ങനെയൊന്നുമില്ല, അതങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ, നിങ്ങൾ കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റീചാർജ് ആവുന്നത്, നിങ്ങൾ കൂടുതൽ എനർജി ഉണ്ടാവുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബാക്കിയുള്ളവരെ നമ്മളെ ജഡ്ജ് ചെയ്യുമോ, നമ്മളെ ഓരോ മുമ്പിൽ ക്രിഞ്ച് ആയിക്കാണ്ട് കാണുമോ, അപ്പോൾ അങ്ങനത്തെ സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇതാണ് സോഷ്യൽ ആങ്സൈറ്റി. പക്ഷേ ഇതെന്താണ്, ഒരു ഇൻട്രോവേർട്ടിൻ്റെ വസ്ത്രം ധരിച്ചാണ്ട് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യാണ്, നമ്മളെ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ക്യാരക്ടറാണ്, നമ്മളെ ഇൻട്രോവേർഷൻ ആണെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഡിസ്റ്റിങ്ഷൻ മൈൻഡിൽ വെക്കുക. ഇൻട്രോവേർഷനും അതുപോലെ തന്നെ സോഷ്യൽ ആങ്സൈറ്റിയും രണ്ടാണ്. അപ്പോൾ ഇനി വീഡിയോയിൽ മുമ്പോട്ട് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇതൊക്കെ പറയാൻ ഈ ആരാ നിന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ ആണ്. എൻ്റെ ചുറ്റുള്ളവരും ഞാനും എന്നെ തന്നെ ലേബൽ ചെയ്തൊരു സംഭവം ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ കുടുംബക്കാരല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ സംഭവമാണ്. പിന്നെ വീട്ടിൽ കിച്ചു എന്നാണ് വിളിക്കുക. കിച്ചു അങ്ങനെയാണ്, ഓൻ അങ്ങനെ ആൾക്കാരോട് സംസാരിക്കാൻ വയ്ക്കില്ല, ഓൻ ആരോടും മുണ്ടൂല, അങ്ങനത്തെ ഒരു ചങ്ങായാണ്, അങ്ങനെ തന്നെ പറയാം. ഞാൻ ഒരിക്കലും ഓലെ ബ്ലെയിം ചെയ്യണില്ല, കാരണം ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളും ഉണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഏകദേശം ഒരു ഹൈസ്കൂൾ വരെ ഞാൻ അത്യാവശ്യം ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു ചങ്ങായി തന്നെയാണ്, ഒരു 7ാം ക്ലാസ് വരെയൊക്കെ. പിന്നീട് എൻ്റെ ഫ്രണ്ട്സിനായിട്ടും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, ക്ലാസ്സിൽ നിന്ന് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, പിന്നെ ഓരോട്ടുള്ള കണക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വന്നു. ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയി ഒരു പ്രൈവറ്റായി ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളായി ഇങ്ങനെ മാറി വരികയാണ്. പിന്നീട് ഏകദേശം ഒരു 10ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേനും പിന്നെ ഞാൻ പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് അക്കാഡമിക്സിൽ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. 10ാം ക്ലാസ് ആണല്ലോ, ഫുൾ A+ ഒക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങൽ ഇങ്ങനെ കുറഞ്ഞു വന്ന് തീരെ ഇറങ്ങാതായി. 10ാം ക്ലാസ് അത്യാവശ്യം ആ ഒരു എക്സാമിൻ്റെ ടൈമൊക്കെ ആവാനായപ്പോഴത്തേനും ഫുട്ബോൾ കളിക്കൽ നിന്നു, ഫ്രണ്ട്സിൻ്റെ പറങ്ങൽ നിന്നു, സംസാരിക്കൽ നിന്നു, ഫുള്ള് പഠിത്തം എന്നുള്ള രീതിക്ക് മാറി. പിന്നീട് അറൗണ്ട് +1 +2 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും കോവിഡ് കൂടി വന്നു. പിന്നെ അതിൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കോവിഡ് ആ ഒരു ടൈമിൽ എൻ്റെ +1 +2 അപ്പോൾ ഫുൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആൾക്കാരോടുള്ള ഇൻട്രാക്ഷൻ തീരെ കുറഞ്ഞു, അധികം വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തായി, എനിക്ക് ഇപ്പോൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ഒരു സംഭവം ഒന്നുകൂടി വേഴ്സാക്കാൻ വേണ്ടിയിട്ട് സിവിയർ സിസ്റ്റിക് ആക്നെയും കൂടി ഉണ്ടായി, നല്ല രീതിയിൽ മോക്കലും ഉണ്ടായി. അപ്പോൾ എനിക്ക് എന്തായി, ഓൾറെഡി ആൾക്കാരോട് സംസാരിക്കലും കുറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങലും കുറഞ്ഞു. അതിൻ്റെ കൂടെ ഇന്നെ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ അപ്പിയറൻസ് ഇഷ്ടമല്ല, കണ്ണാടി നോക്കണത് എനിക്ക് ഇഷ്ടമല്ല, ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ പേടിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണത്തിന് പോകാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാൻ താല്പര്യമില്ല. ആ രീതിക്കായി മാറി എൻ്റെ മുഖം. ഇപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റും. അതായത് ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരാൾ പതുക്കെ ഒരു സോഷ്യലി ആങ്ഷ്യസ് സൈഡിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു നേച്ചറാണ്, ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്, ഞാൻ ഇന്നെ തന്നെ കണ്ടെത്തി എന്നുള്ള സംഭവം അല്ല അവിടെ നടന്നത്. പകരം അവോയ്ഡൻസ്, ഐസൊലേഷൻ, അതുപോലെ തന്നെ പെയിൻ, ഹേർട്ട്, ഈ സംഭവങ്ങളൊക്കെ കാരണം പിന്നീട്
തീരെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത രീതിയിലേക്ക് ഞാനിങ്ങനെ മാറിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാനതിന് ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ക്യാരക്ടറാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറിക്കാം, പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അറൗണ്ട് ഏകദേശം ഒരു 2022 ആയപ്പോഴത്തേനും എനിക്ക് ഈ ഒരു ലൈഫ് പോരാ, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുകയാണ്. അങ്ങനെ ഞാൻ പതുക്കെ ഇതിൻ്റെ ഉറക്കം കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങുന്നു. അതുപോലെ ഫിറ്റ്നസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നു. 2022 ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2022 ലാസ്റ്റിൽ. അങ്ങനെ ഫിറ്റ്നസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നു. പിന്നെ നമ്മളെ ബേസിക് ഡ്രസ്സിങ് കാര്യങ്ങൾ, ഗ്രൂമിങ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അത് ഒറ്റയടിക്ക് റെഡി ആയിട്ടൊന്നുമില്ല, പതുക്കെ റെഡി ആയിട്ടുള്ളൂ. ഒരു ബോഡിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങളൊക്കെ എടുക്കും. പക്ഷേ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. എനിക്ക് ഇന്നെ തന്നെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും, എൻ്റെ ലുക്ക്, അപ്പിയറൻസ്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. നമുക്ക് ഭയങ്കര രീതിയിൽ എൻ്റെ സെൽഫ് എസ്റ്റീമും കുറവായിരുന്നു, എൻ്റെ കോൺഫിഡൻസും വളരെ രീതിയിൽ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷേ ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത് എക്സ്റ്റേണൽ കാര്യങ്ങളിലായിരുന്നു, എൻ്റെ അപ്പിയറൻസും മെയിനായിട്ട് ഗ്രൂമിങ്ങും അതുപോലെ ബോഡി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു സംഭവമാണ് അധികം ആൾക്കാർ മിസ്സാക്കുന്ന സംഭവം. ഇത് ഭയങ്കര വലിയൊരു എന്താ പറയുക ലെസനാണ് ഞാൻ ഇപ്പോൾ അടുത്ത് മനസ്സിലാക്കിയത്. അധിക സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഗുരൂസും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് പോലും പറയുന്നത് ജിമ്മൊക്കെ പോവുക, ബോഡി ഉണ്ടാക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക, ഡ്രസ്സിങ് പഠിക്കുക, ഹെയർ സ്റ്റൈല്, ബിയേഡ്, അത് ഇത് സ്കിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇതൊക്കെ യെസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ പെട്ടെന്ന് ആൾക്കാരെ മുമ്പിൽ കാണുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല വ്യൂസൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആൾക്കാരൊക്കെ ഒന്ന് ഓല് പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യും. പക്ഷേ ഐ ജസ്റ്റ് ഡിഡ്ന്റ് നോ ഹൗ ടു ബി എ ഫക്കിംഗ് ഹ്യൂമൻ ബീങ്. എങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, എങ്ങനെ ഒരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യണം, എങ്ങനെ ഒരു റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം നമ്മൾ തലയിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതെ അവിടെ ഒരു റിലാക്സ് ആയിട്ട് ഇരുന്നാണ്ട് സംസാരിക്കുക. ഈ സംഭവം നിങ്ങൾക്ക് അറിയില്ലേന്. ഞാൻ ജിമ്മിക്ക് പോകുന്നുണ്ട്, നല്ല ബോഡി ഉണ്ടാക്കി, നല്ല ഡ്രസ്സിങ് പഠിക്കുന്നുണ്ട്, ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യന്മാരോട് എങ്ങനെ വർത്താനം പറയണമെന്നുള്ള എനിക്ക് അറിയില്ലേനും. കഴിഞ്ഞ ഏകദേശം ഒരു വർഷം, ഒരു 6 മാസമൊക്കെ ആയിട്ട് ഞാൻ ഇതിന്മേൽ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആ എക്സ്റ്റേണൽ സ്റ്റഫുകൾ ഓൾറെഡി അത്യാവശ്യം നല്ല ലെവലിലേക്ക് എത്തി. പക്ഷേ അത് മാത്രമല്ല പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇൻറ്റേർണൽ ആയിട്ടുണ്ട്. പക്ഷേ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് കാണൂല. അത് നമുക്കേ മനസ്സിലാവുള്ളൂ, നമ്മൾ ഇങ്ങനെ ഒരാളായിരുന്നു, ഇത്രത്തോളം ഗ്രോത്ത് നമുക്ക് വന്നു. പക്ഷെ ഒരു എക്സ്റ്റേണൽ മെഷർമെൻറ്റ്, ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ മസിലൊക്കെ കൂടുന്ന പോലെ തന്നെ അങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് കാണില്ല. അതുകൊണ്ട് തന്നെ പുറത്തത്തെ ആൾക്കാരൊക്കെ ഒന്ന് വാലിഡേഷൻ കിട്ടില്ല. പക്ഷേ ഇതാണ് ശരിക്കുള്ള പേഴ്സണൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ഗതികേടുള്ള, ബുദ്ധിമുട്ടുള്ള പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഗ്രോത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നല്ലേ പറയണ്ടോ, എനിക്ക് ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് April 12 ആയിട്ട് നമ്മൾ ഔട്ട്ലയേഴ്സ് ക്ലബിൻ്റെ കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഓഫ്ലൈൻ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്തു. അതായത് 1 night സ്റ്റേയും ഇതൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അത്രയും ആൾക്കാരൊരു സ്ഥലത്ത് കൊടുന്ന് ഓലെല്ലാവരും അവിടെ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിച്ച് പിന്നെ ചെറിയ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടത്തുക. അതായത് ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് ഒരു സൺറൈസും ഹൈക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓലെല്ലാവരും തിരിച്ചു പോയി കറക്റ്റ് പോലെ എൻജോയ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുന്ന ഇങ്ങനത്തെ ഇവൻ്റൊക്കെ ഒരു കൊല്ലം മുമ്പുള്ള ഇഷാമിനോടാണ് പറയണമെന്നുണ്ടെങ്കിൽ, നടത്താൻ പറയാന്നുണ്ടെങ്കിൽ ഓൻ പറയാം അത് ഇമ്പോസിബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നടത്തിയ സംഭവം ഓനക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് ഞാൻ എഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പബ്ലിക് സ്പീച്ച് അല്ലെങ്കിൽ അവിടെ ഒരു ഗസ്റ്റായിക്കാണ് ഞാൻ അപ്പിയർ ചെയ്തു. അപ്പോൾ അന്നത്തെ ഇഷാമിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചങ്ങായിക്ക് പറ്റൂല അങ്ങനെ അത്രയും ആൾക്കാരുടെ മുമ്പിൽ ഒരു മൈക്ക് കുടിച്ച് സംസാരിക്കുക എന്നുള്ളത്. അതും പോസിബിൾ അത് എന്തുകൊണ്ടാണ്, ഞാൻ ഇൻറ്റേർണൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ പെർഫെക്റ്റ് ആയി ഒന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഞാൻ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടു. പക്ഷേ ഞാൻ നിങ്ങളോട് ഓണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയുകയാണ്, ജസ്റ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ഫിക്സ് ചെയ്തു, ഇനി ഫിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, ഇനി ഫിക്സ് ചെയ്യും എന്ന് കരുതി ഇത് എല്ലാവർക്കും ഭയങ്കര ഈസി ആയിക്കൊണ്ടെന്നില്ല. പിന്നെ സംബന്ധിച്ച് എനിക്ക് ഓൾറെഡി ഒരു സംഭവം ഉണ്ട്, ഏജൻസി എന്ന് പറഞ്ഞ സംഭവം. അത് ഞാൻ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇതുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം എന്നറിയോ, നമ്മളോട് കൊടുക്കുന്ന പ്രോമിസുകൾ നമ്മൾ കീപ്പ് ചെയ്യണം. ആ ഒരു സംഭവം നമ്മൾ ചെയ്ത് നമ്മളോട് പ്രൂവ് ചെയ്യുമ്പോഴാണ് ഞാനൊരു ചെയ്യാൻ പറ്റിയ ഓരോ കാര്യങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ആളാണെന്നുള്ളത് നമുക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ ഞാൻ പഠിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിലും CA ടൈമിലാണെങ്കിലും +2 ടൈമിലാണെങ്കിലൊക്കെ ഞാൻ ഇത്ര മണിക്ക് എണീക്കും, 3:30 എണീക്കും, 4 മണിക്ക് എണീക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കും. എന്നിട്ട് ഞാൻ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പഠിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കും. ഫുൾ 100% പെർഫെക്റ്റ് ഒന്നല്ലെങ്കിലും ഒരു 70-80% ഒക്കെ ഞാനത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഏജൻസി എന്ന് പറഞ്ഞ സംഭവം ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ ഇതുവരെ ഒരു സാധനം ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റാണ്ട് ബെഡൊക്കെ വിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ 8 മണിക്ക് എണീക്കും പറഞ്ഞാൽ 8 മണിക്ക് എണീക്കുക, അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കും പറഞ്ഞാൽ 6 മണിക്ക് എണീക്കുക. ഇന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇന്ന് വർക്കൗട്ട് ചെയ്യുക, ഫുഡ് കൃത്യം കഴിക്കും, പ്രോട്ടീൻ കഴിക്കും എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കാനൊരു ഇമ്പൾസ് വരുമ്പോൾ അത് എടുക്കാതെ വെക്കുക. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ നമ്മളോട് നമ്മൾ പ്രോമിസ് കീപ്പ് ചെയ്യണം. അത് വെച്ചാണ് തുടങ്ങണം ഈ ഒരു ഏജൻസി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പുറത്ത് പോയ ആൾക്കാരോട് സംസാരിക്കുക. ഇതുവരെ അങ്ങനെ ഒരു കഴിവില്ലാത്ത അല്ലെങ്കിൽ കഴിവില്ലാതെ മീൻസ്
നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല കേട്ടോ, ആ ഒരു സ്കില്ല് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അപ്പോൾ അത് കുറച്ച് വലിയ സംഭവമാണ്, കുറച്ച് വലിയ മല കയറുന്ന മാതിരിയാണ്. അപ്പോൾ ആദ്യം ചെറിയ 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 ചവിട്ടുപടികൾ കയറിയിട്ട് എന്നെക്കൊണ്ട് ആക്ച്വലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവനാണ് വരണം, നിങ്ങൾക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസിൻ്റെ ഒക്കെ, ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസിൻ്റെ ഒക്കെ ഒരു ഡ്രാഫ്റ്റ് ആർട്ടിക്കിളായിട്ട് ഞാൻ, ന്യൂസ് ലെറ്റർ എന്നാണ് അതിന് പറയുക, ആർട്ടിക്കിളായിട്ട് ഞാൻ ഓരോ വീക്ക് പബ്ലിഷ് ചെയ്യും. അതായത് ഇപ്പോൾ വീഡിയോ ഇടുന്നത് ഒരു വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ തിങ്കളാഴ്ച ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റീഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെയിലേക്ക് അത് വരും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ന്യൂസ് ലെറ്ററിൻ്റെ, അതിൽ പോയി സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ അപ്പോൾ തന്നെ നിങ്ങളെ മെയിലേക്ക് 2 ഇ-ബുക്കുകൾ കിട്ടും ഞാൻ റൈറ്റ് ചെയ്ത്, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീക്കിലും ഞാൻ വീഡിയോ ഇടുന്ന മുമ്പ് തന്നെ ആ ആർട്ടിക്കിൾ വായിക്കാൻ പറ്റും. അങ്ങനെ ആർട്ടിക്കിൾ വായിച്ചിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ശരിയാക്കേണ്ട ബിലീഫ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. നിങ്ങളൊരു ഇൻട്രോവേർട്ടാണെന്ന് കരുതി നിങ്ങളെ ലൈഫ് ഒരിക്കലും എന്തായിട്ടില്ല, ഡൂംഡ് ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും, ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും മമ്മൂട്ടിൻ്റെ ചെയ്യലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും ഒരേ ലുക്ക്, എല്ലാവരും ഒരേപോലെ, ഭയങ്കര ബോറിംഗ് ആവില്ലേ? നമ്മൾ എന്തിനിൽ ചിട്ടി റോബോട്ട് കുറേ ചിട്ടീസിനെ ഉണ്ടാക്കുമല്ലോ വേറെ കുറേ, അതേപോലെ എല്ലാവരും ഒരേ ബാലികകാരം. അപ്പോൾ ഈ വേൾഡ് ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പടച്ചോന് അല്ലെങ്കിൽ ഗോഡ് ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് ബിക്കോസ് യു ആർ എൻ ഇൻട്രോവേർട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ യു കോണ്ട് ടോക്ക് ടു പീപ്പിൾ. നിങ്ങളൊരിക്കലും നിങ്ങളാരാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഈ സംഭവം ചേഞ്ച് ചെയ്താണ്ട് ഒരു എക്സ്ട്രോവേർട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. യു ജസ്റ്റ് ഹാവ് ടു ലേൺ ദ സ്കിൽസ് ദാറ്റ് വിൽ ലെറ്റ് യു ടു ലീഡ് എ സക്സസ്ഫുൾ ലൈഫ്. കമ്മ്യൂണിക്കേഷൻ, ആർട്ടിക്കുലേഷൻ, ഗിവിങ് സ്പീച്ചസ്, ഹോൾഡിങ് കോൺവെർസേഷൻ, മേക്കിംഗ് ഫ്രണ്ട്സ്, ടോക്കിംഗ് ടു ദ ഓപ്പോസിറ്റ് ജെൻഡർ, ഈ സംഭവങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെ സ്കില്ലുകളാണ്, നമുക്ക് പഠിക്കാൻ പറ്റുന്ന സ്കില്ലുകളാണ്. ഇതൊന്നും പേഴ്സണാലിറ്റി ട്രൈറ്റുകളല്ല, ഇതൊന്നും ജന്മനാ കിട്ടുന്ന സാധനങ്ങളല്ല, ഇതൊക്കെ ലേണബിളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളെ കുറച്ച് മുമ്പുള്ള ജനറേഷനുകളൊക്കെ നോക്കി നോക്കി, നമ്മളെ ഗ്രാൻഡ് പാരൻസിന് അല്ലെങ്കിൽ പാരൻസൊക്കെ കുട്ടിയാകുമ്പോഴുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ഓൽക്കൊന്നും നമ്മളെ പോലെ എന്തില്ല, വല്ലാതെ ഇങ്ങോട്ട് ടെക്നോളജി സാധനങ്ങൾക്കൊന്നും ഒരു വല്ലാതെ എക്സ്പോസ് ആയിട്ടില്ല നമ്മളിപ്പോഴത്തെ ജനറേഷൻ്റെ അത്ര. അതുകൊണ്ട് തന്നെ ഓലെ സോഷ്യൽ സ്കിൽസും നമ്മളെ സോഷ്യൽ സ്കിൽസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇപ്പോൾ എത്രങ്ങാനും കുട്ടികളാണ് പറയുന്നത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാണ്, ഞാനൊരു ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം, ആ ഒരു സോഷ്യൽ ആങ്സൈറ്റിനെ കുറിച്ച് ഇഷ്ടം പോലെ കംപ്ലയിൻസ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ കമൻറ്റുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ അതേസമയം അന്നത്തെ ഒരു ജനറേഷനെ വെച്ച് നോക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെയധികം കുറവായിരിക്കും. കാരണം ഓൽക്ക് നമ്മളിപ്പോൾ എസ്കേപ്പ് ചെയ്യണ പോലെ, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവം ചെയ്യണം, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പേടിയാണ്, മടിയാണ്, അല്ലെങ്കിൽ ചെറിയ അൺകംഫർട്ടബിളാണ്, നമ്മൾ കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഒളിച്ചോടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ റിലേ ചെയ്യും. ഫോണിൽ സ്ക്രോൾ ചെയ്യലായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ജങ്ക് ഫുഡ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കും, ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. എന്നിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഞാനിത് ചെയ്തില്ലല്ലോ, പിന്നെ ഇതിന്മേ ടൈം സ്പെൻഡ് ചെയ്തല്ലോ എന്നുള്ള ഗിൽറ്റും കൂടിയിട്ട് പിന്നെ ഒന്നുകൂടി സ്പൈറലാവും. എന്നിട്ട് ആ സ്പൈറലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചെയ്യും. അങ്ങനെ ഇതൊരു ടോക്സിക് രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ലൈഫിനെ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ ഓലെ ലൈഫ് ഭയങ്കര, പണ്ടത്തെ ആൾക്കാരുടെ ലൈഫ് ഫുൾ അടിപൊളിയാണെന്നല്ല പറയുന്നത്, പക്ഷേ അതിന് നമുക്കൊരു ലെസൺ എടുക്കാൻ പറ്റും. ഓലെ അത്യാവശ്യം ഇങ്ങനെ ലൈഫിൽ ഡിസ്കംഫോർട്ട് ഫേസ് ചെയ്യേണ്ടി വന്നുകൊണ്ട് തന്നെ ഓൾക്ക് പെട്ടെന്ന് അങ്ങനെ ടെക്നോളജി കാര്യങ്ങളൊന്നും ഇല്ല ഒളിച്ചോടാൻ. ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോഴത്തെ സംബന്ധിച്ച് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരായിട്ട് സംസാരിക്കുന്നതും പ്രോബ്ലങ്ങളെ കൺഫ്രണ്ട് ചെയ്യുന്നതും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നാച്ചുറലി ഓല് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. ഞാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെന്നല്ല. അതൊരു എൻ്റയർലി ഡിഫറെൻറ്റ് പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം ആയിരിക്കും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടം ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളോട് പറയുന്ന പ്രോമിസുകൾ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ പറഞ്ഞ ടൈമിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളെ ലുക്കിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടാവില്ല, നിങ്ങളെ വർക്കിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവില്ല. അതൊരിക്കലും ഇൻട്രോവേഷനിൽ ബ്ലെയിം ചെയ്യരുത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുള്ളതാണ്, എൻ്റെ ലെസൺസാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ആൻഡ് അന്തല്ലാത്ത പൊട്ടന്മാരൊക്കെ എന്ത് പറയും, ജിമ്മിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ വിൻ്റർ ആർക്കൊക്കെ ആണ്ട് ബ്ലാക്ക് ഹുഡിങ് കാര്യങ്ങളൊക്കെ ഇട്ട് വന്ന് ആരോടും സംസാരിക്കാതെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് തലകടിക്ക് താത്തിയാണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ഒറ്റക്കാണ്, ഞാൻ ലോൺ വോൾഫാണ്, ഞാൻ അങ്ങനെയാണ് ഗ്രോ ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ മൈൻഡിൽ, അങ്ങനത്തെ മൈൻഡിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി അതെന്താ വെച്ചാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റയ്ക്ക് നേടുന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല. നമുക്ക് ശരിക്കും എന്ത് വേണം, ആൾക്കാർ വേണം നമ്മളെ കൂടെ. ഇപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഈ ഒരു ടൈം കൊണ്ട് ഈ ഒരു ഗ്രോത്തിലൊക്കെ എത്താൻ പറ്റിയതൊക്കെ നമ്മളിവിടെ എത്തിയെന്നല്ല, പക്ഷേ ഈ ഒരു സ്ഥലത്തെങ്കിലും എത്താൻ പറ്റിയതിൻ്റെ കൂടെ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ ക്രീച്ചേഴ്സാണ്, നമുക്ക് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ തന്നെയാണ് എന്ത്, ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ മാറ്റിയിട്ട് ആൾക്കാരെ ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. ഞങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ ഇൻട്രോവേർട്സ് ആയി കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ശരിക്ക്, അല്ലെങ്കിൽ ഇൻട്രോവേഷൻ എന്ന് പറയുന്നത് ഒരു ടെമ്പറമെൻ്റ് ആണ്, അതൊരു പേഴ്സണാലിറ്റി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് ഒരാളെ. ജസ്റ്റ് ബിക്കോസ് യു ആർ ഇൻട്രോവേർട്ട് അതിൻ്റെ അർത്ഥം അത് ചീത്തതാണെന്നോ അല്ല, അത് നല്ലതാണെന്നോ അല്ല, ഒരു ന്യൂട്രലായിട്ടുള്ള സംഭവം നമ്മൾ പേഴ്സണാലിറ്റി. പക്ഷേ നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ ലോങ് ഫോം കോണ്ടൻറ്റുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ ഡീപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്ലോ സ്റ്റേറ്റിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ എന്ത് വേണം? നമുക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് എഴുതുക, അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് മീൻസ് നമ്മളെന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള സംഭവം ഡിസൈൻ ചെയ്യുക, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഡെപ്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഒറ്റയ്ക്ക് ഇരുന്ന് അത് ഫോക്കസോട് കൂടി ചെയ്യാൻ പറ്റണം, ഫ്ലോയിലിരുന്ന് ഫോക്കസോട് കൂടി ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ, വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ലോങ് ഫോം യൂട്യൂബ് വീഡിയോസും അതുപോലെ ആർട്ടിക്കിൾസ്, ന്യൂസ് ലെറ്ററും കാര്യങ്ങളൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പറഞ്ഞല്ലോ. ആ ഒരു സംഭവമൊക്കെ എനിക്ക് ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈം ഇഷ്ടമായതുകൊണ്ടാണ്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് യു ആർ എൻ ഇൻട്രോവേർട്ട്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമാണെന്ന് കരുതി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നു എന്ന് കരുതി നിങ്ങൾ ലൈഫ് ഒറ്റയ്ക്ക് അടിപൊളിയാവുന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് ഡീപ്പ് വർക്ക് ചെയ്യുന്ന ഇൻട്രോവേർട്ട് ഉണ്ടാവും, അതേസമയം ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് ഫോണുമ്പോൾ സ്ക്രോൾ ചെയ്ത് കുത്തിറങ്ങുന്ന ഇൻട്രോവേർട്ട് ഉണ്ടാവും. ഇപ്പോൾ ഈ രണ്ടാൾക്ക് കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു സ്കില്ല് നമ്മൾ അഡ്വാൻറ്റേജിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഭയങ്കര സോഷ്യലി എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആൾക്കാർ എപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ എനർജി വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഓൾക്ക് വേറെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. അതല്ല ഓല് മോശം എന്നല്ല പറയുന്നത്, ഓലെ സംബന്ധിച്ച് ഓൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേക്കാരം. ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഓൾക്ക് കുറച്ച് എന്തുണ്ടാവും, പെട്ടെന്ന് നിർത്താനൊക്കെ തോന്നും. പക്ഷെ അതേസമയം അവിടെ നമുക്ക് എന്തുണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നോക്കിയാൽ മതി. ക്രിയേറ്റേഴ്സ് വ്ളോഗ് കിട്ടാണ്ട് ആകെ അങ്ങനെ അലമ്പായി നടക്കുന്ന ആൾക്കാരില്ല, പക്ഷേ അത്യാവശ്യം ഡെപ്തിലൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ, റൈറ്റേഴ്സ്, പോയറ്റ്സ്, ആർട്ടിസ്റ്റുകൾ, പെയിൻറ്റിങ് ഒക്കെ ചെയ്യണം, ഇങ്ങനത്തെ കുറേ പല ആൾക്കാരും എന്തായിരിക്കും കൂടുതൽ ഇങ്ങനെ ഒരു നേച്ചറുള്ള ആൾക്കാരൊക്കെയാണ്. ഇനി ഒന്നും വേണ്ട, ആൻഡ്രൂ ഹ്യൂബർമാനെ അതേപോലെ ഡാൻകോനൊക്കെ നോക്കിയാൽ മതി. യൂട്യൂബിലും സെർച്ച് ചെയ്താൽ മതി ഡാൻകോ, അതേപോലെ ആൻഡ്രൂ ഹ്യൂബർമാനൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കോണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ, പിന്നെ കോണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മളൊക്കെ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ഭയങ്കര സംസാരിക്കുന്ന ആളാണെന്നുള്ളത്. യെസ്, ഇപ്പോൾ ഞാൻ സോഷ്യൽ സ്കിൽസ് ഭയങ്കര രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ 1-to-1 കോൺവെർസേഷനൊക്കെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1-to-many കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ എക്സ്ട്രോവേർട്ട് ആണെന്നുള്ള രീതിയിൽ. പക്ഷേ അല്ല, ആക്ച്വലി ഐ ആം എൻ ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആൻഡ് ഐ ലൈക്ക് ടു ഡു തിങ്സ് ഓൺ മൈ ഓൺ മോസ്റ്റ് ഓഫ് ദ ടൈം. അതുപോലെ തന്നെ ആൻഡ്രൂ ഹ്യൂബർമാൻ്റെയും ഡാൻകോൻ്റെയും ഒക്കെ വ്ളോഗുകൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു നോർമൽ ടോക്കിംഗ് ഹെഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നും പോലെ എക്സ്ട്രോവേർട്സ് ആണെന്നുള്ളത്. പക്ഷേ ഓലെ വ്ളോഗുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓലെ അത്യാവശ്യം ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഓൾതായിട്ടുള്ള കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഓൽക്കുണ്ട്. ഓൾതായിട്ടുള്ള ആ ഒരു വാല്യൂ, ആ ഒരു ഭയങ്കര ലൗഡായിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരല്ല. പക്ഷേ ഓലെ എന്ത് ചെയ്തിക്കണ് ഈ ഒരു സംഭവം പ്ലസ് ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള എക്സ്ട്രോവേർട്ടഡ് ആൾക്കാരെ പല സ്കില്ലുകളുണ്ട്. ആൾക്കാരോട് സംസാരിക്കാനുള്ളതും പബ്ലിക് സ്പീച്ച് കൊടുക്കാനുള്ളതും മൾട്ടിപ്പിൾ ആൾക്കാരോട് കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാനുള്ള സ്കില്ലുകൾ, ഫ്രണ്ട്സിന് ഉണ്ടാക്കാനുള്ള കഴിവുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓല് ഡെവലപ്പ് ചെയ്തെടുത്തും ചെയ്തതാണ്. അപ്പോൾ ഈ രണ്ടും ഓൽക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താവേണ്ട ആവശ്യമില്ല ഒരു സോഷ്യൽ ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുന്ന പബ്ലിക് സ്പീച്ച് കൊടുക്കുന്ന ഭയങ്കര ലൗഡായിട്ടുള്ള ആൾക്കാരാവണം എന്നൊന്നുമില്ല. അത് കരീസ്മ, അത് അട്രാക്റ്റീവാണ്. പക്ഷേ അത്യാവശ്യം ക്ലോസ് ആയിട്ട് പ്രൈവറ്റ് ആയി നിൽക്കുന്ന ആൾക്കാരും അട്രാക്റ്റീവാണ്. ഞങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞങ്ങളെ ജിമ്മിൻ്റെ, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജിമ്മിൻ്റെ ഓണർ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ലൗഡായിട്ട് അങ്ങനെ ആൾക്കാരെ ഭരിക്കാൻ വരുന്ന ആളൊന്നല്ല. മുപ്പരത്തൊരു വേറെ പേഴ്സണാലിറ്റിയാണ്, ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു പേഴ്സണാലിറ്റിയാണ്. മുപ്പര പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പൊക്കെ പോയിട്ടുള്ള ജിമ്മുകളിലൊക്കെ അവിടുത്തെ ജിം ഓണേഴ്സൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള അത്യാവശ്യം സോഷ്യലി ബട്ടർഫ്ലൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഓലെന്ത് ചെയ്യും, നമുക്ക് ആവശ്യമില്ലാത്ത അഡ്വൈസുകൾ തരാൻ വരും, നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറയാൻ വരും. പിന്നെ നമ്മൾ അങ്ങോട്ട് പറയണമെന്നും വല്ല കേൾക്കുന്നില്ല. പക്ഷേ ഈ ആളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ആക്ച്വലി നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. മൂപ്പര് അത്യാവശ്യം അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് കരുതി അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. എന്നാൽ അങ്ങനെ ലൗഡായിട്ടുള്ള ആളൊന്നല്ല, ഇപ്പോൾ ഇതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. മൂപ്പര് എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മളോട് വന്നാണ് ചോദിക്കുക ഈ കണ്ടൻറ്റൊക്കെ എങ്ങനെ ചെയ്യണത്, ഈ സംഭവമൊക്കെ എങ്ങനെയാണ്. ആക്ച്വലി നമ്മളോട് ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് നേരെ അഡ്വൈസ് തരാൻ വരില്ല, പകരം നമ്മൾ അഭിപ്രായങ്ങൾ കേൾക്കും. അപ്പോൾ ഇങ്ങനെ സംഭവം ചെയ്യാണ്ട് അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്. അപ്പോൾ അതേപോലെ നമ്മളോട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി പറയാന്നുണ്ടെങ്കിൽ ഞാൻ മുപ്പരങ്ങാട്ട് ഒരുപാട് വയസ്സ് അടിയിലാണ്, പക്ഷേ അങ്ങനെ ചോദിക്കും. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഒരു അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ ഇൻട്രോവേർട്ട് ആയി എന്ന് കരുതി നിങ്ങൾ അട്രാക്റ്റീവ് ആവില്ല എന്നുള്ളതോ അങ്ങനെയൊന്നുമില്ല. സോ ഇനഫ് ഓഫ് ദ തിയറി. കുറേ നേരമല്ലേ ഞാൻ തിയറി ഇങ്ങനെ പറയുന്നത്. നിങ്ങളൊരു ദിവസം ഒരു തിങ്കളാഴ്ച രാവിലെ നിന്ന് കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ ചെയ്യും, ആക്ഷനബിൾ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മിക്കവാറും ഇൻട്രോവേർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടഡ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ആ ഒരു തെറ്റായ ബിലീഫ് ഉള്ളവരായിരിക്കും മേജർ ആൾക്കാർ. അപ്പോൾ അത് മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ ആക്ഷനബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. നിങ്ങൾ ഒരു ഇൻട്രോവേർട്ടഡ് ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എനർജി വരെ എവിടുന്നാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യുക. അതൊരു ചീത്ത സംഭവമല്ല, അതൊരു ബഗ്ഗല്ല, അത് നിങ്ങളൊരു ഫീച്ചറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെയിലി ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു ഇത് വെച്ചാണ് പറഞ്ഞുതരാണ്, ഒരു 60 to 70% അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് നിങ്ങൾക്ക് മീനിങ് ഫുള്ളായി തോന്നുന്ന ഡീപ്പായിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റീഡിങ് ആവാം, റൈറ്റിംഗ് ആവാം, തിങ്കിങ് ആവാം, ബിൽഡിങ് ആവാം, എന്തോ ആയിക്കോട്ടെ, ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട്
ഈ ഒരു സംഭവങ്ങൾ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള മോസ്റ്റ് ഡീപ്പായിട്ടുള്ള ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് ടു 1 hour എങ്കിലും എന്ത് ചെയ്യുക, ആൾക്കാരൊപ്പം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾക്കാരൊപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ടും മാറ്റി വെക്കുക, കാർവോട്ട് ചെയ്ത് വെക്കുക. അതൊരു കണ്ടിന്യൂസ് കോൺവെർസേഷൻ ആണ്, 1 മണിക്കൂർ നേരം എന്നല്ല ഞാൻ പറയുന്നത്. പല ഇടയിൽ സ്ട്രേഞ്ചേഴ്സിന് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയിൽ ഓരോ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 30 മിനിറ്റ് 1 hour എങ്കിലും ആൾക്കാരൊപ്പം സ്പെൻഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അതെങ്ങനെയൊക്കെ ആവുമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ഗോളിനനുസരിച്ച് ഇപ്പോൾ ഇന്ന രീതിയിൽ അങ്ങനെ എടുക്കണ്ട, പകരം വയസ്സായ ആൾക്കാരോട്, ചെറിയ ആൾക്കാരോട്, ചെറിയ കുട്ടികളോട്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട്, ഓപ്പോസിറ്റ് ജെൻഡേഴ്സിനോട്, അതുപോലെ ഷോപ്പ് കീപ്പേഴ്സിനോട്, നെയ്ബേഴ്സിനോട്, ജിമ്മിലുള്ള ആൾക്കാരോട്, എല്ലാവരോടും ഒരേപോലെ എന്ത് ചെയ്യാം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇൻട്രാക്ട് ചെയ്യുക. ഇതൊരിക്കലും ഈസി ആവില്ല, എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതൊരിക്കലും ഈസി ആവില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും, അപ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യരുത്, ആ ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് വരുമ്പോൾ തന്നെ അതിന് ഒളിച്ചോടരുത്, പകരം അതിനെ ഫേസ് ചെയ്യാം. എന്നാലും എന്തുണ്ടാവുള്ളൂ, ഈ സംഭവം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺവെർസേഷൻ എന്നൊക്കെ ഉള്ളത് ആ ഒരു ലെവൽക്കൊന്നും നിങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാന്നുള്ള ലെവൽക്കൊന്നും എത്തിയിട്ടില്ല, അതൊക്കെ ഭയങ്കര ടു മച്ച് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഡയറക്ഷൻസ് ചോദിക്കുക, അതുപോലെ തന്നെ എപ്പോഴാണ് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുക, ആ സ്ഥലം എവിടെയാണ്, അതെവിടെയാണ്, അങ്ങോട്ട് എങ്ങനെ പോവുക, ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ചോദിക്കുക. ആൻഡ് പതുക്കെ നിങ്ങൾ ആ ഒരു സംഭവം നിങ്ങളോട് തന്നെ പ്രൂവ് ചെയ്താണ്ട് നിങ്ങളെ കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരും, നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നുള്ളത്. ജസ്റ്റ് എന്തിൻ്റെ ബേസിൽ നിങ്ങളെ പറഞ്ഞിട്ടോ അഫർമേഷൻസ് നടത്തിയിട്ടോ അല്ല, നിങ്ങൾ ആക്ച്വലി പ്രൂഫ് ജനറേറ്റ് ചെയ്താണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്താണ്ട് നിങ്ങൾ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടി വരും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൺക്ലൂഷന് സമ്മറി ആയിട്ട് പറഞ്ഞുതരാം. ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു ചീത്ത സംഭവമല്ല, അതൊരു ബ്ലെസ്സിങ്ങോ ഒരു കേഴ്സോ അങ്ങനെ രണ്ട് രീതിയിലും കാണണ്ട. അധികം ആൾക്കാർ അതിനൊരു കേഴ്സായിട്ട് കാണുന്നുണ്ടാവും, ആ ഒരു പ്രശ്നം കാണുന്നുണ്ടാവും, അങ്ങനെ കാണണ്ട. അതൊരു ക്യാരക്ടറാണ്, ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ ലൈഫിൽ സക്സസ് ആവാനുള്ള സ്കില്ലും കൂടി ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ മെച്ചം ഉണ്ടാവും. എന്നാൽ അതേസമയം നിങ്ങൾ ആ ഇൻട്രോവേർഷൻ എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ ലൈഫിൽ നിന്ന് അതൊരു എക്സ്ക്യൂസ് ആയിക്കാണ്ട് യൂസ് ചെയ്തിട്ട് ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പല കാര്യങ്ങളും ചെയ്യാതെ അതുണ്ടായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എസ്കേപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പറഞ്ഞുതരാൻ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഈ അടുത്തായിട്ട് ഞാൻ ചെയ്തിങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആസ് ഓഫ് മൈ യങ് ഓഡിയൻസ്, മെയിൻലി മൈ യങ് ബോയ്സ് ഷുഡ് ആൾസോ ലേൺ ഫ്രം ഇറ്റ്, ഷുഡ് ആൾസോ ഗ്രോ ഫ്രം ഇറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കിയത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഡിസ്കംഫേർട്ട് ഫേസ് ചെയ്യുക, നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.